ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവാണെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കി ഓരോ മണ്ഡലത്തിലും വർമ്മയുടെ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകളെക്കുറിച്ച് നോക്കുവാണ്. വർമ്മ സാറെ നല്ല ഭൂരിപക്ഷം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ശേഖരനും യാമിനിയും വളരെ സന്തോഷം. ഋതികയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. ഋതിക അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുക, ഇവക്കിതെന്ത് പറ്റി? ഇതിനൊന്നും സഹകരിക്കാൻ നിൽക്കുന്ന കണ്ടോ? യാമിനി പറയാ, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മുതലേ ഋതുമോളെ ശ്രദ്ധിക്കുക, ഭയങ്കര ടെൻഷൻ. എന്തിനാ ഋതുമോളെ ഇത്ര ടെൻഷൻ? ശേഖരൻ പറയാ, ഋതുമോൾക്ക് ടെൻഷൻ കാണാതിരിക്കുവോ യാമിനി? നീ അവിടെ നിന്റെ അമ്മയുടെ അടുത്തല്ലായിരുന്നു? ഇവിടെ നടന്ന കാര്യങ്ങളും ടെൻഷനും ഒന്നും നീ വല്ലതും അറിഞ്ഞോ? ആരൊക്കെയായിരുന്നു അറിയാവോ നിന്റെ ഋതുമോള്? ഈ ഇലക്ഷന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ, കൂടാതെ മാടപ്പള്ളി മണ്ഡലത്തിലെ ക്യാമ്പയിൻ മാനേജർ. അങ്ങനെ ഓരോന്നും അങ്ങോട്ട് എണ്ണി എണ്ണി പറയുവാണ് ശേഖരൻ. അയ്യോ ശേഖരേട്ടാ, ഞാനൊരു 2 ദിവസമല്ലേ ഇവിടുന്ന് മാറി നിന്നുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഋതുമോൾ ഇത്ര വലിയ പൊസിഷനിലെത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. പ്രതാപം പറയാം, പഠിക്കാത്ത കാര്യങ്ങളിൽ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മോളെ. പക്ഷേ ഇവൾക്ക് ഇത്രയും ജനറൽ നോളജും പൊളിറ്റിക്കൽ നോളജും ഉണ്ടെന്ന് ഞാൻ ഈ ഇലക്ഷനോടുകൂടിയാണ് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ പണ്ട് ഒത്തിരി വഴക്ക് പറഞ്ഞതിൽ എനിക്കിപ്പോൾ കുറ്റബോധം തോന്നുക. ഇനിയും പിടിച്ചു നിൽക്കാനാകാതെ ഋതിക അങ്ങ് പൊട്ടിക്കറിയുക. രാജു, അയ്യോ ഋതു എന്തു പറ്റി? ഉടനെ യാമിനി പറയാം, അതൊന്നുമില്ല രാജു, ചേട്ടൻ അവളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. എൻ്റെ മോള് കരയേണ്ട, ഇലക്ഷൻ്റെ റിസൾട്ട് കൂടി ഒന്ന് വന്നോട്ടെ. എൻ്റെ മോക്ക് ഞാൻ എൻ്റെ സമ്മാനം കൂടി തരുന്നുണ്ട്. ശേഖരേട്ടാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൊളിറ്റിക്കൽ അഡ്വൈസറുടെ ടെൻഷൻ മാറുമോ? യാമിനി അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ്. പെട്ടെന്ന് സദാശിവൻ സാറിൻ്റെ ഫോൺ കോൾ പ്രതാപന് വരുന്നുണ്ട്. സദാശിവൻ സാറേ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് പ്രതാപൻ പുറത്തോട്ട് പോവുകയാണ്. രാജു, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ഋതികയും പുറത്തോട്ട് ഓടുവാണ്. അനന്തം പിള്ളയും ദീപക്കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ദീപക്ക് പറയാം, ഇവള് വിളിക്കുമ്പം ചെല്ലാൻ നമ്മളെന്താ ഇവിടെ വേലക്കാരൻ? എടാ വഴക്കൊന്നും വേണ്ടടാ ദീപക്കെ. അവൾ വർമ്മയെ തോൽപ്പിക്കാൻ പണിയെടുത്തത് കൊണ്ടാണ് നീ ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്. ആ നന്ദിയില്ലേ, ആ നന്ദി വേണമടാ. അപ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തം പിള്ള ചോദിക്കുന്നു, എന്താ മോളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? മനസ്സിനൊട്ടും സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചു. എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ ഞാൻ വർക്ക് ചെയ്തു. ഇനി എൻ്റെ ഡിമാൻഡ് അങ്കിൾ അംഗീകരിക്കണം. എന്താ മോളുടെ ഡിമാൻഡ്? അതെ, ജഗന്നാഥൻ അങ്കിളിനെ എനിക്ക് വിട്ടു തരണം. അനന്തം പിള്ള ഒരു വല്ലാത്ത പൊട്ടിച്ചിരി ചിരിച്ചിട്ട്, അതെങ്ങനെ ഉടനെ സാധിക്കും മോളെ? എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ ഒരു അസിസ്റ്റന്റിന്റെ സ്ഥലത്താണ് ജഗന്നാഥനുള്ളത്. അത് മാത്രമല്ല, ആരെയും അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് വന്ന് വർമ്മ തോറ്റതിന് ശേഷം മാത്രമേ ഈ ജഗന്നാഥനെ വിട്ടുതരാൻ പറ്റൂ. ഋതികയ്ക്ക് ദേഷ്യം വരുന്നു. ഇതെന്താങ്കിലെ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വാക്കുമാറുവാണോ? അയ്യോ, വാക്കുമാറുന്ന സ്വഭാവം ഈ അനന്തം പിള്ളയ്ക്ക് ഇല്ല. റിസൾട്ട് വരട്ടെ, അപ്പോൾ ജഗന്നാഥനെ മോക്ക് കൈമാറാം. ദീപക്കുടനെ പറയാം, ഇനി ഞങ്ങൾക്ക് അയാളെ കൈമാറാൻ സൗകര്യമില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? എടാ ദീപക്കെ, നീ പഴയതുപോലെ എൻ്റെ നേരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാലേ നീ വിവരം അറിയൂടാ. നിന്റെ ഗോഡ് ഫാദർ ഉണ്ടെന്നുള്ള അഹങ്കാരമൊന്നും എന്നോട് വേണ്ട. അടി നിന്റെ ചെകിട്ടത്ത് വീഴും. അനന്തം പിള്ള ഉടനെ പറയാം, അയ്യോ വഴക്കുണ്ടാക്കാതെ. ഇപ്പോൾ ഋതിക മോള് പോ. വർമ്മ തോറ്റാൽ ഉടൻ തന്നെ ജഗന്നാഥനെ അപ്പൊ കൈമാറി തന്നേക്കാം. ആ അനന്തം പിള്ളയുടെ വാക്ക് കേട്ടിട്ട് ഋതിക അങ്ങനെ പോവുകയാണ്. രാജുവാണെങ്കിൽ ഈ സമയം ഋതികയെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുക. എന്താ ഋതുവിനെ കാണാത്തത്? ഇത് എവിടെ പോയതാ? അവൾക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്. ചിലതൊന്നും എന്നോട് തുറന്ന് പറയുന്നതുമില്ല. അപ്പോൾ ഋതിക ഒരു കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. രാജു കാത്തു നിൽക്കുന്ന കണ്ട് ഋതികയ്ക്ക് ആകെ ടെൻഷനായി. അയ്യോ, രാജുവിനോട് ഞാൻ എന്തു പറയും? അയ്യോ ഋതു, ഇത് എവിടെ പോയതായിരുന്നു? ഞാനേ പുറത്തൊന്ന് പോയതായിരുന്നു. ഋതു എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നെ വിളിച്ചാൽ ഞാൻ കൂടെ വരില്ലായിരുന്നു. അത് രാജു, നിങ്ങളെല്ലാവരും കൂടെ ഇലക്ഷൻ കഴിഞ്ഞാലുള്ള ഡിസ്കഷനിലായിരുന്നല്ലോ. അത് തടസ്സപ്പെടുത്തണ്ടെന്ന് ഞാൻ കരുതിയതാ. എന്താ ഋതുവിന് എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏതെങ്കിലും ടെൻഷൻ എന്നോട് പറയാൻ കഴിയാതെ ഋതു വിഷമിക്കുകയാണോ? ഏയ് ഒന്നുമില്ല രാജു, എനിക്കെന്തോ രാജുവിനോട് ഒളിച്ചു വെക്കാനുള്ളത്? രാജു വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് തെറ്റിദ്ധാരണയൊന്നും അല്ല ഋതു ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ, അതും ഈ രാത്രിയിൽ. രാജുവിന്റെ മുന്നിൽ കള്ളം പറയാതിരിക്കാനും പറ്റുന്നില്ല. ഋതിക്ക് ആകെ ടെൻഷനില്ല. ഞാൻ സ്വാതിയെ ഒന്ന് കാണാൻ പോയതാ ഇലക്ഷന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ. എന്നിട്ട് ഋതു സ്വാതിയെ കണ്ടോ? ഇല്ല, ഞാൻ അവിടം വരെ പോയില്ല. രാജുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയം. ഋതു എന്താ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഓരോന്നും പറയുന്നത്. സത്യം പറ ഋതുവിന്റെ മുഖം കണ്ടാലറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഋതിയെ ഒന്ന് ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇല്ല രാജുവിന് വെറുതെ തോന്നിയതാ. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ ജയിക്കുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അക്കാര്യത്തിൽ ഋതു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വർമ്മ സാർ ഇലക്ഷനിൽ ജയിക്കും. വെറും ജയമല്ല, വൻപിച്ച ഭൂരിപക്ഷത്തോടുള്ള ജയം. പ്രതാപൻ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പത്മയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. പ്രതാപൻ അറ്റൻഡ് ചെയ്തിട്ട്, ഹലോ പവിത്ര, ഇലക്ഷൻ തിരക്കിന്റെ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നല്ലോ സാറേ. ശരിക്കും കുറഞ്ഞ്. പ്രതാപൻ വലിയ സന്തോഷത്തോടെ പറയാം, പവിത്ര രാവിലെ തന്നെ എന്നെ ഫോൺ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കോൾ വന്നതും ഇവിടെ വീടിന് ചുറ്റും ആളുകളാ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പവിത്രയെ വിളിച്ച് സംസാരിച്ചത് ആർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കുന്നു. അതെന്താ സാറേ, തെറ്റെന്നാണോ സാറ് പറയുന്നത്?
തീർച്ചയായും പവിത്ര, ഞാൻ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഒറ്റത്തടിയാ. പവിത്ര പറഞ്ഞതനുസരിച്ച് പവിത്രയും തനിച്ച് ജീവിക്കുന്ന ഒരാളാ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു സൗഹൃദവും ബഹുമാനമാണ് എനിക്ക് പവിത്രയോടുള്ളത്. അത് പക്ഷേ മറ്റുള്ളവർക്കത് ആ സെൻസിൽ മനസ്സിലാകണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഇയാൾക്ക് വ്യക്തമാകുന്നുണ്ടോ? ഈ സമയത്ത് കള്ളി അംബിക പ്രതാപന്റെ റൂമിന്റെ വാതിക്കലോട്ട് വന്നവിടെ നിൽക്കുവാണ്. പത്മയപ്പ പ്രതാപനോട് പറയാം, അപ്പോഴെന്നെ നേരിൽ കാണണം, സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞതോ? ഒരു സന്തോഷവും നാണത്തോടെ പ്രതാപൻ പറയാം, ഉണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. നേരിൽ കാണാനും കാണുമ്പോൾ പറയാനും ഉണ്ട്. സാറേ, അതിന് പറയാനുള്ളത് എന്തായാലും ഫോണിൽ കൂടി ഇപ്പം പറഞ്ഞുകൂടെ? അത് പറ്റില്ല, പറയാനുള്ളത് നേരിട്ട് തന്നെ പറയണം. അംബിക പുറത്തുനിന്ന് കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ ഇതുവരെ ഇല്ലാത്തൊരു സംസാര രീതി പ്രതാപന്? പത്മാവതി വിടുന്ന പ്ലാൻ ഇല്ല പ്രതാപന്. വർമ്മ സാറിനെ പോലെ ഇത്രയും വലിയൊരാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ടാകാതിരിക്കില്ലല്ലോ. അതിനെന്താ, ഈ പറയുന്ന ആളും അത്ര നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ. അങ്ങ് മേലേക്ക് പോകുന്ന ജീവനൊക്കെ പിടിച്ചു നിർത്തുന്ന ആളല്ലേ. പുറത്തു നിൽക്കുന്ന അംബികയ്ക്ക് ഒരു സമാധാനമില്ല. ഇവനിത് ആരോടാ സംസാരിക്കുന്നത്? ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ ഒന്ന് വന്നോട്ടെ. അംബിക ഇങ്ങനെ പതുക്കെ കഥവെ ചാരി നിന്ന് അറിയാതെ കഥകങ്ങ് തുറന്ന് പെട്ടെന്ന് അംബികയെ പ്രതാപന്റെ മുന്നിലോട്ട് വന്ന് വീഴാൻ പോവാ. പ്രതാപനും അങ്ങ് ഞെട്ടിപ്പ്. അയ്യോ, എന്താ ചേച്ചി? അംബിക വീണടത്ത് കിടന്ന് ഉരുളുന്ന പോലെ പറയുക. അല്ല, ആരാ ഈ വാതക്കലൊക്കെ വെള്ളം ഒഴിച്ചു വെച്ച്? വെള്ളമോ? എവിടാ ചേച്ചി? അല്ല പ്രതാപ, ആരാ ഫോണിൽ? പ്രതാപൻ ആകെ എന്ന് വിറയ്ക്കുക. അതെൻ്റെ ഒരു ഫ്രണ്ടാ ചേച്ചി. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഞാൻ വർമ്മ സാറെ പിന്നെ വിളിക്കാമെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ്. സുജാത വന്ന് പത്മയോട് ചോദിക്കും, എന്തിനാ ചേച്ചി വീണ്ടും? അതെ, എൻ്റെ ഭർത്താവിന് പവിത്രയോട് എന്താ പറയാനുള്ളതെന്ന് ഞാൻ അറിയണ്ടേ സുജയ്? പത്മയുടെ മുഖത്ത് ആകെ സങ്കടം. എന്തായിരിക്കും സിസ്റ്റർ പവിത്രയോടുള്ള പ്രതാപൻ്റെ അടുപ്പം? പ്രതാപൻ ആരോടാ സംസാരിച്ചെന്ന് അറിഞ്ഞേ പറ്റൂ അംബയ്ക്ക്. അല്ല പ്രതാപ, ഇത് ഏത് ഫ്രണ്ടാന്നാ പറഞ്ഞേ? ഇതൊരു പഴയ ഫ്രണ്ടാ ചേച്ചി. ഇലക്ഷന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വിളിച്ചതാ. ചേച്ചി എന്താ എന്നെ കാണാൻ വന്നതാണ്? അതെ, ഞാൻ ആ ദീപക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വന്നതാ. നിന്റെ വിജയത്തിന് ശേഷം അവന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ഭയമുണ്ട് പ്രതാപ. തോറ്റു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കടുങ്ക ചെയ്താലോ? നമ്മുടെ കുടുംബത്താകെയുള്ള ഒരു ആൺതരിയല്ലേ അവൻ. ആൺതരി എന്താ ചേച്ചി ഞാൻ അവനെ പറയേണ്ടത്? അവനെപ്പോലെ ഒറ്റ ഒരുത്തം മതി ഈ ഭൂമിയിൽ. സ്വന്തം അമ്മയ്ക്കും അമ്മാവനും നാട്ടുകാർക്കും തലവേദന ഉണ്ടാക്കാനായിട്ട് പിറന്നവൻ. ഒരു കള്ളക്കരച്ചിലോട് അംബിക പറയാം, തല്ലിയാലും കൊന്നാലും അവന്റെ സ്വഭാവമൊന്നും മാറില്ല പ്രതാപ. 37 വയസ്സുവരെ അവന് കഷ്ടകാലമായിരിക്കുമെന്ന് ജോത്സ്യര് പണ്ടേ പറഞ്ഞതല്ലേ. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, റിസൾട്ട് വന്നിട്ട് ആനന്ദം പിള്ളയ്ക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഞാൻ അവനെയും കൊണ്ട് US പോയേക്കാം. ചേച്ചി എന്തായി പറയുന്നത്? അവൻ നീ ചെയ്തു കൂട്ടുന്നതിനൊക്കെ അവനെ പറഞ്ഞു വിടാതെ ചേച്ചി എന്തിനാ US പോകുന്നത്? എന്തും ഞാൻ ക്ഷമിച്ചാൻ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് എനിക്കെതിരെ മത്സരിച്ചെങ്കിൽ പോലും എനിക്ക് ഇത്രയും വെറുപ്പ് അവനോട് ഉണ്ടാവില്ലായിരുന്നു. ഇതാ ചതിയൻ്റെ ഒപ്പം. അപ്പോഴത്തേക്ക് അംബിക വീണ്ടും കരച്ചിൽ തുടങ്ങി. അയ്യോ ചേച്ചി, എന്താ ഇത്? മടുത്തു എനിക്ക് ജീവിതം. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. അവന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. എന്റെ ചേച്ചി കരയാതെ. ഓസ്കാർ അവാർഡിന്റെ കരച്ചിലാണ് അംബിക വീണ്ടും. വേണ്ട പ്രതാപ, ഞാൻ അവനെ ചുമന്ന് മടുത്തു. ഇനി പ്രതാപ മോനെ, നീ തീരുമാനിക്കും. വളർത്താനാണെങ്കിലും വേരോടെ പിഴുത് കളയാനാണെങ്കിലും നിന്റെ തീരുമാനം എന്തായാലും ഞാനത് അനുസരിക്കും. അതേ, ഞാൻ അനുസരിക്കും മോനെ എന്നും പറഞ്ഞ് അഭിനയം കാഴ്ചവെച്ചിട്ട് അംബിക എഴുന്നേറ്റ് പോവുക. പൊട്ടം പ്രതാപൻ അതങ്ങ് വിശ്വസിച്ചിരിക്കുക. പുറത്തോട്ട് വന്നിട്ട് അംബിക ആലോചിക്കുക, എന്നാലും അവൻ്റെ ഫ്രണ്ട് ആരായിരിക്കും? ഈ സമയം വേണുവേട്ടന് രാധമ്മ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിയെ, നീ പോയി നിന്റെ അമ്മായിയമ്മയും ജയനെയും വിളിച്ചോണ്ട് വാ. അമ്മായിയമ്മ വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ, ഞാൻ പോയി എൻ്റെ ജയേട്ടനെയും വിളിച്ചോണ്ട് വരാം. അപ്പോഴേക്കും എന്താണ്ട് കൊച്ചമ്മണി അങ്ങോട്ട് വന്നു കഴിഞ്ഞു. അല്ല, നിങ്ങൾ ഈ വാതിൻ്റെ പുറത്ത് മറിഞ്ഞു നിൽക്കുമായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. എടി പ്രിയേ, ഞാൻ തൂണിലും തുരുമ്പിലും ഉണ്ടാവും, അത് നിനക്കറിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അതെല്ലാം ഞാൻ കേട്ടു. ഇപ്പം നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ല. വേണുവേട്ടൻ ഉടനെ പറയാം, അതെന്തായാലും നന്നായി. വെറുതെ മരുമോടെ വായിലിരിക്കുന്ന കേട്ട് വിഷമിക്കേണ്ടില്ലല്ലോ. ഈ ജീവിതം മുഴുവൻ ഗവേഷണം നടത്തിയിട്ടാണെങ്കിലും ഞാനൊരു പാഠം പഠിച്ചു എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ ഇരുന്നിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുവാണ്. ലോകത്തിൽ ഇനി എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചാലും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും മാറാത്ത 2 കക്ഷികളുണ്ട്. അതായത് അമ്മായിയമ്മയും മരുമോളും. എൻ്റെ സ്വപ്നമായിരുന്നു ഒരു നല്ല മരുമകളായി അമ്മായിയമ്മയെ സ്നേഹിച്ച് ജീവിക്കണമെന്ന്. എന്ത് ചെയ്യാനാ, കഷ്ടകാലത്തിന് എൻ്റെ അമ്മായിയമ്മയായിട്ട് വന്നത് ഈ അവതാരമല്ലേ. അങ്ങനെ ആ യുദ്ധവും കഴിഞ്ഞു എന്നും പറഞ്ഞ് ജയൻ അങ്ങോട്ട് വന്നിരിക്കുക. എന്ത് യുദ്ധവാടാ ജയ? അതെ, ആ തെരഞ്ഞെടുപ്പേ. ഇതിൽ അടിവലി വല്ലതും നടക്കൂടാ ജയ? അടിവലികളും അട്ടിമറികളും മാത്രമേ നടക്കൂ. ആര് ജയിക്കും ആര് തോക്കുമെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. എടാ ജയ, വോട്ടിന്റെ തലേദിവസം എനിക്കൊരു റൂമർ കിട്ടി. എന്റെ തള്ളേ, അത് റോമറും കൂമറും ഒന്നും അല്ല, റൂമർ. ശരി, എന്നാലും ആ റൂമർ എന്താന്ന് പറ. അതാ വോട്ടിന്റെ തലേന്ന് രാത്രി അടിയോർക്കരയിൽ മൊത്തം കറണ്ടില്ലായിരുന്നു. അതുകൊണ്ടെന്താ? അവിടെ ആണെങ്കിൽ ആടിയാടി നിന്ന 10,000 കണക്കിന് വോട്ടുകളുണ്ടായിരുന്നു. രായ്ക്ക് രാമാനം റോന്തു ചുറ്റുന്ന പല വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെ കാശെറിഞ്ഞ് അവർ വോട്ട് മറിച്ചു കാണും. ഈ കളി പലയിടത്തും നടന്നിട്ടുണ്ട്. അനന്തംപിള്ളയുടെ ആൾക്കാരായിരിക്കും വോട്ടിങ്ങനെ മറിക്കുന്നത്. വേണുവേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഫലം പുറത്തു വരട്ടെ. ഇത്തവണ വർമ്മസാറിന്റെ കാര്യത്തിൽ നിരാശ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതൊരു വലിയ അടിയായും പോവും. എടാ ജയ, നിന്റെ അനിയത്തി ജയിക്കുവോടാ രുക്മിണിയുടെ മരുമോള്? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, മൊത്തം അട്ടിമറിയായിരിക്കും. രാധമ്മയ്ക്ക് കരച്ചിൽ വരുന്നു. പ്രിയ കണ്ടിട്ട് ചോദിക്കും എന്തിനാമ്മേ അമ്മ കരയുന്നത്? വേണുവേട്ടൻ പറയാം ശ്രീലക്ഷ്മിയും നിന്നെപ്പോലെ മോളല്ലേ ഇവൾക്ക്. അതിന് അവൾക്കിപ്പോ രുക്മിണിയല്ലേ അവളുടെ അമ്മ. അവൾക്കുണ്ടായ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ചതിനെ കൊന്നത് ഈ അമ്മ രാധമ്മയാണെന്നല്ലേ അവൾ പറയുന്നത്. എൻ്റെ ദൈവമേ, എത്ര മഹാഭാവമാണ് എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അവൾ എത്രയ്ക്ക് എന്നെ വെറുത്താലും എൻ്റെ പൊന്നു കുഞ്ഞല്ലേ എൻ്റെ ശ്രീമോള്. അവൾക്കുണ്ടായ ആ പൊന്നോമനെ ഞാൻ ഇല്ലാണ്ടാക്കുവോ? കൊച്ചമ്മണി പറയാ രാധമ്മ അത് ചെയ്യില്ലെന്ന് ലോകഭാര്യയായ എനിക്ക് പോലും അറിയാം. ശരീരത്തിലും മനസ്സിലും പാഷാണം നിറച്ച് നടക്കുന്ന രുക്മിണി ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്യാൻ മടിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മകള് പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്നതേ സ്വന്തം അമ്മയല്ലേ. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ കൊച്ചമ്മണി പറയാം ആ കോക്കാച്ചി പെണ്ണിനെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ ഇത്രയ്ക്ക് മണ്ടിയാണോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ? ഒരമ്മായിയമ്മ പുന്നാരം, 4 കരയ്ക്കും ദേവതയായ പുണ്യവതിയല്ലയോ ആ രുക്മിണി. ജയൻ പറയാ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ശ്രീലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ രുക്മിണി ആൻറ്റി കോമ്പൻസേഷൻ പറഞ്ഞിട്ട് 15 ലക്ഷം രൂപ രാജുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലേ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച്? ആ കാര്യം നിങ്ങൾ ശ്രീലക്ഷ്മിയോട് തുറന്നു പറഞ്ഞാൽ അവളുടെ തെറ്റിദ്ധാരണ മാറില്ലേ? രാധമ്മ പറയാം അതൊന്നും വേണ്ട, അതവൾ അറിയണ്ടപ്പോൾ അറിയട്ടെ. നമ്മളാരും ഒരു വാദത്തിനും പോകണ്ട. ലോകത്തൊരുപാട് അമ്മമാർ കരയുന്നത് മക്കളെ ഓർത്ത. അക്കൂട്ടത്തിൽ ഞാനും. എല്ലാം എൻ്റെ തലവിധി. സ്വന്തം അമ്മയെ അവിശ്വസിച്ച് പോയവരാ വഴിക്കങ്ങ് പൊക്കോട്ടെ. പെറ്റ വയറിൻ്റെ വേദന മനസ്സിലാക്കാത്തവളെ കാലം പഠിപ്പിച്ചോളും. ഹരീഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ബന്ധം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ അന്നേരെ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. പയ്യൻ കൊള്ളാഞ്ഞിട്ടല്ല, ഒരു മാരക വിഷമാണല്ലോ അവൻ്റെ അമ്മ. എല്ലാം ഒരു ദിവസം കലങ്ങിത്തെളിയും. സങ്കടത്തോടെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് വേണുവേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. കൊച്ചമ്മണിക്ക് ഏതായാലും ഒരു പുതിയ കോള് കിട്ടി. കൊച്ചമ്മണി ഇങ്ങനെ മനസ്സിൽ പറയും എടി ഭയങ്കര രുക്മിണി 15 ലക്ഷം ഒറ്റയ്ക്ക് വിഴുങ്ങിയല്ലേ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, എനിക്കും വേണം അതിൻ്റെ ഒരു ഓഹരി. പ്രതികളുടെ ആ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് രാജു പറയും ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയും വിജയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പ്രവചിക്കാൻ നമുക്കാർക്കും ഒരു 6th സെൻസും ഇല്ല. പക്ഷെ ഇതിനൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ട്. നമ്മൾ ഈ മണ്ഡലങ്ങളിലൊക്കെ നടന്നതാ. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലമായ മാടപ്പള്ളിയിൽ. അതിന് 140 മണ്ഡലവും നമുക്ക് ഒരുപോലെയാണോ രാജു? അത് ഋതുവാണല്ലോ ഈ മുന്നണിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ. എന്തായാലും അച്ഛൻ്റെ ഗുണം മകൾക്ക് കിട്ടാതിരിക്കുവോ? എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ജയിക്കും ഋതു. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം സെന്റിമെന്റ്സ് ഉള്ള മണ്ഡലം മാടപ്പള്ളിയാ. വർമ്മ സാറിന്റെ മണ്ഡലം. ഈ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങിയതാ. എല്ലാ വോട്ടർമാരെയും ഞാനും ഋതു ഒരുമിച്ച് കണ്ടതാ. ഋതുവിന്റെ മുഖത്ത് നോക്കിയ അവരെല്ലാരും വർമ്മ സാറിനെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞത്. ആ മുഖങ്ങളിൽ നിന്നെല്ലാം ഞാൻ വായിച്ചെടുത്ത റിസൾട്ടാണ് എന്റെ മനസ്സിലുള്ളത്. വർമ്മ സാർ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ചിരിച്ച മുഖത്തോട് നിന്നവരെല്ലാം വർമ്മ സാറിനെ വോട്ട് ചെയ്യൂ. ഇനി അവര് മറിച്ച് കുത്തണമെങ്കിൽ ഋതു അവരോടൊക്കെ ചെന്ന് നേരിട്ട് പറയണം എന്റെ അച്ഛന് നിങ്ങൾ ആരും വോട്ട് ചെയ്യരുതെന്ന്. അതേതായാലും സംഭവിക്കില്ലല്ലോ ഋതു. അതുകൊണ്ട് നോ ടെൻഷൻ, നമ്മൾ ജയിക്കും ഋതു. പടം നയിച്ചത് എൻ്റെ ഋതുവാ, അതുകൊണ്ട് വിജയിച്ചേ പറ്റൂ. അംബിക വലിയ ലോഹ്യത്തോടെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക എന്താ രണ്ടുപേരും ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? അതെന്താ ഞങ്ങൾ മുറ്റത്ത് നിന്ന തലയിൽ ബോംബ് വീഴുവോ? ഇനി അതുമല്ല, മുറ്റത്ത് നിൽക്കാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? രാജു അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും യാമിനി വന്നിട്ട് അംബിയോട് ചോദിക്കുക എന്താ കുട്ടികൾക്ക് ഇങ്ങനെ നിൽക്കരുതെന്ന് നിങ്ങൾ എന്തെങ്കിലും വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആഹാ, ഓടി വന്നല്ലോ വളർത്തമ്മ. അതെ, ഞാൻ വളർത്തമ്മ തന്നെയാ. എന്താ അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അയ്യോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മളൊക്കെ പിരിമുറുകി നിൽക്കുക. ഒരു വഴക്ക് വേണ്ട, ഒരു വഴക്കിനൊട്ട് ഞാനില്ല. യാമിനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. അല്ല, നിങ്ങൾ ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെയല്ലേ? ആനന്ദംപിള്ളയുടെ മുന്നണിയിൽ. മകൻ ജയിക്കണം, മന്ത്രിയാണ്. അതാണ് നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോട്ടച്ചെറിയമ്മ, ഇനി ഒരു വഴക്ക് വേണ്ട. അംബിക ഉടനെ പറയാം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇലക്ഷന്റെ തലേ ദിവസം മുതൽ ഞാൻ ഈ ഋതിയെ ശ്രദ്ധിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു ടെൻഷൻ. പ്രതാപൻ ജയിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ? ദേഷ്യത്തോടെ രാജു പറയാം വർമ്മ സാർ ജയിക്കരുത് എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളിപ്പോൾ വിളിച്ചു പറഞ്ഞത്. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. മകൻ 8 നിലയിൽ പൊട്ടുക തന്നെ ചെയ്യും. യാമിനി പറയാം നിങ്ങൾ ഇങ്ങോട്ട് വാ പിള്ളേരെ. മകൻ പൊട്ടുന്നോടെ ഇവരുടെ അഹങ്കാരം അങ്ങ് കുറയും. ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ താണ്ട മദ്യസേവയിൽ മുഴുകിയിരിക്കുവാണ് ദീപക്. അപ്പോഴാണ് അംബികയുടെ ഫോൺ വരുന്നത്. എടാ മോനെ ദീപക്, ആ ഋതികയില്ലേ, അവൾ ഡെഡ് സൈലന്റാ. അവള് തീർന്നടാ. അതെന്താ അമ്മേ, അവള് ചത്തുപോയോ? ഇലക്ഷന്റെ പടം നയിച്ച അവളുടെ അച്ഛൻ തോൽക്കില്ലേ? ശത്രുവായ നീ ജയിക്കുകയും ചെയ്യില്ലേ? എൻ്റെ അമ്മേ, ഞാൻ ജയിച്ചൊരു മന്ത്രിയൊന്നും ആയിക്കോട്ടെ, അവളെ പിന്നെ ഞാൻ എന്താക്കി മാറ്റുമെന്ന് അമ്മ കണ്ടോ?
മോൻ്റെ ആ പുന്നാര വാക്ക് കേട്ട് സന്തോഷത്തോടെ അംബിക പറയാം, എന്നാൽ ശരി മോനെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുവാണ്. മോൻ മന്ത്രിയായി വിലസുന്നത് മനസ്സിൽ കണ്ട അംബിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും ഋതിക മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? പ്രതാപൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കഴിഞ്ഞാൽ ദീപക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഋതിക അനന്തംപിള്ളയുടെ വാക്ക് കേട്ട് അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.